എക്സാം വഴി സാധ്യമായ കോഴ്സുകളും പ്രവേശന രീതികളും എന്തൊക്കെയാണ്? സംസാരിക്കുന്നത് കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബീവി. പ്രധാനമായും രാജ്യത്തെ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളുടെ പ്രവേശനമാണ് നീറ്റ് റാങ്ക് അടിസ്ഥാനത്തിൽ നടത്തുന്നത്. ഇവ കൂടാതെ വെറ്റിനറി സയൻസ് ബിരുദത്തിന്റെ 15% അഖിലേന്ത്യാ കോഴ്സുകൾ, ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ BSc നഴ്സിംഗ്, ജിപ്മർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ BSc നഴ്സിംഗ് അലൈഡ് മെഡിക്കൽ കോഴ്സുകൾ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലെ MBBS, BSc നഴ്സിംഗ് തുടങ്ങിയവയും നീറ്റ് റാങ്ക് പരിഗണിച്ചാണ് പ്രവേശനം നടത്തുന്നത്. ദേശീയതല 15% മെഡിക്കൽ സീറ്റുകളിലേക്കും കേന്ദ്ര സ്ഥാപനങ്ങളിലെ BSc നഴ്സിംഗ് സീറ്റുകളിലേക്കും മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റി MCC ആണ് കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടത്തുന്നത്. ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, യോഗ എന്നീ ആയുഷ് കോഴ്സുകളിലേക്ക് ആയുഷ് അഡ്മിഷൻ സെൻട്രൽ കൌൺസിലിംഗ് കമ്മിറ്റി ഓൾ ഇന്ത്യ കോട്ട സീറ്റിലേക്ക് നീറ്റ് റാങ്ക് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് നടത്തും. വെറ്റിനറി സയൻസ് ബിരുദ കോഴ്സിന്റെ ഓൾ ഇന്ത്യ സീറ്റിന് വെറ്റിനറി കൌൺസിൽ ഓഫ് ഇന്ത്യ ആണ് അലോട്ട്മെന്റ് നടത്തുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലെയും മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകളിലെ പ്രവേശനം നടത്തുന്നത് അതാത് സംസ്ഥാനത്തെ പ്രവേശന ഏജൻസികളാണ്. കേരളത്തിൽ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ കേരളയാണ് പ്രവേശന നടപടികൾ നടത്തുന്ന ഏജൻസി. കേരളത്തിൽ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകൾക്ക് പുറമെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ കൂട്ടത്തിൽ വരുന്ന BSc അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, ഫിഷറീസ്, ബാച്ചിലർ വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി, BSc കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള BTech ബയോടെക്നോളജി എന്നീ കോഴ്സുകളിലേക്ക് കൂടി കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷനുടെ വെബ്സൈറ്റ് വഴി അലോട്ട്മെന്റിനായി രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. പ്രവേശനവും അലോട്ട്മെന്റും സംബന്ധിച്ച പുതിയ വിവരങ്ങൾക്കായി എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ cee.kerala.gov.in വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബീവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.